ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഒഴിച്ച് ഒരു ചീസ് കേക്ക് ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഫീലിംഗ്. ക്യാൻ യു ഡിസ്ക്രൈബ് ദാറ്റ് ടു എ മാൻ? ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നി ഇന്ന് ആദ്യമായിട്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പീരിയഡ്സ് 45 ദിവസം ഡിലേ. മൈ പീരിയഡ്സ്, മൈ സ്പെഷ്യൽ ഗസ്റ്റ് ഹാസ് അറൈവ്ഡ്. അപ്പോൾ ഞാൻ ഇന്നെ തന്നെ നല്ലോണം ഒന്ന് പാമ്പർ ചെയ്യുന്ന ദിവസമാണ്. കാരണം ഇത്രയും ഡിലേ ആയിട്ട് പീരിയഡ്സ് വന്നില്ലേ, അപ്പോൾ കുറച്ച് നല്ല ദിവസമാക്കാമെന്ന് വിചാരിച്ചു. കാരണം മിക്ക പെൺകുട്ടികൾക്കും അങ്ങനെ ഇപ്പോൾ പീരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായാൽ പോലും അങ്ങനെ ഭയങ്കര കൺസിഡറേഷനോ പാമ്പറിങ്ങോ ഒന്നും മിക്ക വീടുകളിലും കിട്ടാറില്ല. അതാണ് ഒരു റിയാലിറ്റി. സം ഫാമിലീസ് ചൂസ് നോട്ട് ടു കെയർ ഓർ ബി സൈലന്റ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ചില ആൾക്കാർക്ക് ഇപ്പം എനിക്ക് വല്ലപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പെയിൻ വരിക. ഞാൻ പറയാം, ദിസ് ദ ഫസ്റ്റ് ടൈം ഐ ഗോട്ട് മൈ പീരിയഡ്സ് ഡിലേഡ്. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കര എല്ലാ തവണയും പെയിൻ വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ വലിയ കൺസിഡറേഷൻ ഒന്നും ഞാൻ എല്ലാ വീടുകളിലൊന്നും കണ്ടിട്ടില്ല. സോ ആക്ച്വലി ഇഫ് യുവർ പേരൻസ് ആർ ലൈക്ക് ദാറ്റ്, ഐ തിങ്ക് യു ആർ ബ്ലെസ്ഡ്. വേറെ ആരും നമ്മളെ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ കെയർ ചെയ്യും. വി ഡോണ്ട് നീഡ് എനിബഡി ടു ഡു ദാറ്റ് ഫോർ us ബിക്കോസ് വി ആർ കേപ്പബിൾ. അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ആര് നോക്കിയില്ലെങ്കിൽ നമ്മൾ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നോക്കും. അതങ്ങനെയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ, ഏത് പോയിന്റിലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചില ആൾക്കാർ നമ്മുടെ ലൈഫിലോട്ട് വരും. നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി നമുക്ക് ചോദിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഗേൾ ഫ്രണ്ട് ആയാലും പാർട്ട്ണർ ആയാലും ഹസ്ബൻഡ് ആയാലും, സം പോയിന്റ് ഓഫ് അവർ ലൈഫ് അങ്ങനെ ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതാ വന്നല്ലോ. ഹലോ. ഇന്ന് മിക്കവാറും ഞാൻ ഉച്ചവരെ ക്ലാസ്സിനായിരിക്കുള്ളൂ. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. എനിക്ക് നല്ല വയറുവേദനയുണ്ട്. അപ്പോൾ എനിക്കിന്ന് ക്ലാസ് മുടക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് പീരീഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് പീരീഡ് അവിടെ എത്തുമ്പോഴത്തേക്ക് തീരുമോ എന്നോ എനിക്കറിയത്തില്ല. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ലേറ്റായിട്ട് ഇറങ്ങി. പക്ഷെ ഞാൻ ഉച്ചവരെ ഇന്ന് എന്തായാലും ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് എനിക്കിഷ്ടമുള്ള, കാരണം ഇന്ന് സ്പെഷ്യൽ പീരിയഡ് സ്പെഷ്യൽ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചീസ് കേക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും പീരിയഡ്സ് ആകുമ്പോൾ നമ്മൾ പണ്ട് സ്കൂട്ടറിലൊക്കെ മഴയത്ത് പോയി തിന്നിട്ടൊക്കെ ഉണ്ട്. മഴയത്ത് പോയി ചീസ് കേക്കും ഇതും തിന്നിട്ടുണ്ട്. എന്താ, ബീഫ് ഷവർമയൊക്കെ തിന്നാൻ കൊടും മഴയത്ത് ഞാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പീരിയഡ്സ് ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തിന്നണം. എനിക്കൊരു സന്തോഷം വല്ലപ്പോഴും. അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ ചീസ് കേക്ക്. ഇന്ന് ഉച്ച വരെ ഞാൻ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. എനിക്ക് ആക്ച്വലി വയ്യാണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ചില ആൾക്കാർക്ക് അങ്ങനെയല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന സബ്ജക്റ്റ് ഇഷ്ടമല്ലല്ലോ, ആ സബ്ജക്റ്റ് മതിയായിരുന്നല്ലോ, അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. ഇവിടെ പിന്നെ അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആഫ്രിക്കയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആഫ്രിക്കേൻ്റെ ഹിസ്റ്ററി, ലിറ്ററേച്ചർ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. ആഫ്രിക്ക അധികം സ്റ്റുഡൻസ് ഒന്നും ഇല്ല, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് കുറച്ച് പേരൊക്കെ പഠിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ. വേഗം കഴിക്കാൻ പോകും. ഭയങ്കര വിശപ്പ്. അതിന് എനിക്കിഷ്ടമുള്ള ഫുഡും, അതൊന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുള്ളൂ. പിന്നെ ഓലൻ വന്നു, കാളം വന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളായിട്ട് വരാൻ തുടങ്ങി. എനിക്ക് ആക്ച്വലി പീരീഡ്സ് ആവുന്ന സമയത്ത് ചില ആൾക്കാർക്ക് സ്പൈസി ഫുഡ് കഴിക്കാനായിരിക്കും ആഗ്രഹം. എനിക്ക് ഭയങ്കര ചീസി ആയിട്ടുള്ള സാധനങ്ങളാണ്, കുറച്ച് കാലറി ബോംബായിട്ടുള്ള, ഭയങ്കര ചീസി, കുറച്ച് ഫ്രൈഡ് ആയിട്ടായാലും എനിക്കിഷ്ടമുണ്ട്. മെയിൻലി ചീസും ഗാർലിക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ ഓവർ പവർ ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ കഴിക്കാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. എനിക്ക് ആഹാരത്തിനെക്കാട്ടിലും അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന പോലെ അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ് ബുക്ക് സ്റ്റോറിലൊക്കെ കയറി ഇങ്ങനെ കുറേ നേരം ബുക്കൊക്കെ നോക്കി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പം എനിക്ക് കുറച്ച് എസ്തെറ്റിക് ബുക്സൊക്കെ കിട്ടുന്നത്. ഇന്ന് എനിക്ക് പുതിയ കളക്ഷൻ ഉണ്ടോ എന്നറിയില്ല, പക്ഷെ ഞാനിവിടെ നിന്ന് ഇഷ്ടം പോലെ ബുക്ക് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്, നോട്ട് ബുക്സ് ഉൾപ്പെടെ. അപ്പം അതുപോലെ കുറച്ച് ഏതെങ്കിലും എനിക്ക് അത്രയും മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
എടുക്കാനായിട്ട്. എന്തെങ്കിലും ജേണലൊക്കെ ഉണ്ടെങ്കിൽ 2026 ജേണലൊക്കെ കുറച്ചൊക്കെ വന്നു തുടങ്ങി. ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഇപ്പം ഇറങ്ങിയതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പോയ കാര്യം കിട്ടാത്തതിന്റെ എല്ലാ ഡിസപ്പോയിന്റ്മെന്റും എന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ. അത് കിട്ടാത്തതിന്റെ സങ്കടത്തിൽ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. ഞാനൊരു ബുക്ക് തപ്പി ഇറങ്ങിയിട്ട് അത് കിട്ടിയില്ല. ഞാൻ കുറേ ദിവസം കൊണ്ട് അത് തപ്പി ഇറങ്ങിയിട്ട് ഒരെണ്ണം മേടിച്ചു അതിൻ്റെ, പിന്നെ അതിനെ കിട്ടാനില്ല. അത് ഞാൻ പറഞ്ഞില്ലേ 2026 ജേണലിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. എനിക്കങ്ങനെ ഭയങ്കര മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു ജേണൽ കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് മേക്ക് വൺ. പാടാണ്, പണിയാണ്, എനിക്കറിയാം. പക്ഷെ എന്നാലും നമുക്കൊരു ജേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതുമായിട്ടൊരു കണക്ഷൻ വേണമല്ലോ എന്തെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ഫേവറേറ്റ് സ്ഥലത്ത് പോകാൻ പോവാണ്. സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാൻ. പീരിയഡ്സ് ആയാൽ എനിക്കത് കഴിക്കണം. കാരണം ഇങ്ങനെ നല്ല ചീസ് കേക്കിൻ്റെ പുറത്ത് ഇങ്ങനെ നിറയെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചു, അതിൻ്റെ ടേസ്റ്റ് അതിന് പീരിയഡ്സ് ആകുമ്പോൾ വേറെ എന്ത് സാധനം എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും ഇതിന് പകരാവില്ല. എനിക്ക് എവിടെയെങ്കിലും കഴിക്കാൻ പോയാൽ അവിടുത്തെ ഫുഡ് മാത്രമല്ല, ആ വൈബ് എനിക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന, ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോകൂ. വയറുവേദന എടുത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു അത്ര ടയേർഡായിട്ട് ഇരുന്നിട്ട് ഒരു ഫുൾ ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് ഒരു ചീസ് കേക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ലൈക്ക് ഹൗ ക്യാൻ ഐ ഡിസ്ക്രൈബ് ദാറ്റ് ടു എ മാൻ? എനിക്ക് മനസ്സിലാവില്ല. അവർക്ക് എപ്പോഴെങ്കിലും ആ ഒരു ഫീലിംഗ് അറിയും. കാരണം ഇങ്ങനെ പെയിൻ എടുത്ത് അത്ര വയ്യാണ്ടായിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു നല്ല ചോക്ലേറ്റ്, അതും എനിക്ക് ഭയങ്കര ചോക്ലേറ്റ് സാധനം തന്നെ വേണം. ഇപ്പം ഞാൻ കഴിച്ച പോലത്തെ നിറയെ ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഒഴിച്ച എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നല്ല റിച്ച് ചോക്ലേറ്റ് കേക്ക് എന്തെങ്കിലുമൊക്കെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ഇറ്റ്. ഇത് കഴിക്കുമ്പോൾ ഒരു മത്ത് പിടിച്ച അവസ്ഥയാണ്. നമ്മൾ ഈ പായസമൊക്കെ കഴിക്കില്ല, അപ്പം നമുക്കൊരു മത്ത് പിടിക്കില്ലേ. അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പ് ആക്ച്വലി കുറച്ച് മത്ത് പിടിപ്പിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ പീരിയഡ്സ് ആകുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോഴേ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഒരു പ്രത്യേക എഫക്റ്റാണ്. ഇനി പോയി കുറേ ഷോപ്പ് ചെയ്യാനുണ്ട്, അപ്പോൾ ബാക്കി ഷോപ്പിംഗ് ചെയ്യും. എപ്പോഴത്തെ പോലെ ദീപാവലിയുടെ തലേന്നായപ്പോഴത്തേക്കും എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെന്നൊരാഗ്രഹം. ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ മനസ്സിലൊരു ഡ്രസ്സ് ഉണ്ട്. എൻ്റെ മനസ്സിൽ ഏത് കളറാണെന്നറിയാം, ഒരു ഇൻഡിഗോ കളർ, ഒരു നൂഡിൽ സ്ട്രാപ്പ് കുർത്തിയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിന് ദുപ്പട്ടയൊന്നും വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു നൂഡിൽ സ്ട്രാപ്പ് ഇൻഡിഗോ കോട്ടൺ കുർത്തി. അപ്പോൾ അതെനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒരിടയ്ക്ക് ഞാൻ കുറേ തപ്പിയതാണ്, എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇത്തവണ കിട്ടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഏകദേശം ഛായയുള്ള എന്തെങ്കിലും എടുക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ അതുമായിട്ട് ചായയുള്ളൊരു ഡ്രസ്സ് കിട്ടി. പക്ഷേ ആക്ച്വലി ഇത് അതിനേക്കാളും ബെറ്ററാണ്, പക്ഷെ കുറച്ച് ലൂസാണ്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇതിൻ്റെ മണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കാറുണ്ട്. നല്ല രസമല്ലേ, ഒരു പ്രത്യേക വൈബാണ്. രാത്രിയൊക്കെ നല്ല അടിപൊളി എൻജോയ് ചെയ്തു. പക്ഷേ നിൽക്കാൻ പറ്റുന്നില്ല, നല്ല ഒടുക്കത്തെ വയറുവേദനയാണ്. കുറച്ച് ദിവാലി സ്വീറ്റ്സും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയും ഡ്രാഗൺ ചിക്കനും പിന്നെ കുറച്ച് ദിവാലി സ്വീറ്റ്സും. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളങ്ങനെ ഒരു സ്വീറ്റ് നോട്ടിൽ എൻഡ് ചെയ്തിരിക്കുകയാണ്. ബൈ ബൈ.